ഹായ്, ഇന്ന് വന്നതേ ഒരു യമഹനാണ്. യമഹ MG16/6FX. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എക്കോ ഇല്ല, എഫക്റ്റ് ഡിലേ ഒന്നുമില്ല, പ്രോപ്പർ വർക്കിംഗ് അല്ല. അപ്പോൾ ഞാനത് അഴിച്ച് ചെക്ക് ചെയ്ത് ഡിലേ ബോർഡ് കാണിച്ചിട്ട് ഇതിൻ്റെ ഡിലേ ബോർഡ് സെപ്പറേറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഡിലേ ബോർഡ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടാണ്. ഇത് 12 വോൾട്ട് പ്രോപ്പർ ഇതിൽ കിട്ടണില്ല, അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഇതാണ്. ഈ പവർ സപ്ലൈ അഴിക്കാൻ കുറച്ച് റിസ്ക് ആട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റെഗുലേറ്റർ ഐ സി ഒക്കെ കപ്പാസിറ്ററിൻ്റെ ബാക്കിലുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ അത് അഴിച്ചത് തന്നെ 2-3 കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അഴിച്ചത്. കാരണം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ റെഗുലേറ്റർ ഐ സി ഇവിടെ കപ്പാസിറ്റർ വന്നത് ബാക്കിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് അഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ അഴിക്കാൻ ശ്രദ്ധിച്ച് ഒക്കെ നോക്കി അഴിക്കുക. അപ്പോൾ അതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7805 പ്രോപ്പർ വർക്കിംഗ് അല്ല. 7805 പ്രോപ്പർ വർക്കിംഗ് അല്ല. അതുപോലെ തന്നെ ഇതിൽ റെഗുലേറ്റർ ഐ സി 12 വോൾട്ടും ഉണ്ട്. 7812 ഉണ്ട്, 7912 ഉണ്ട്. അപ്പോൾ ഈ 7812 7912 എന്ന് പറയുന്നത് പ്ലസ് വോൾട്ടും മൈനസ് വോൾട്ടും ആണ്. അപ്പോൾ അതിൽ മൈനസ് വോൾട്ടും പ്രോപ്പർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡിലേ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഏതായാലും അത് റെഗുലേറ്റർ ഐസുകൾ മാറ്റിയിട്ട് ചെക്ക് വോൾട്ട് പ്രോപ്പറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വരും. കാരണം ചിലർ പറയില്ലേ നമ്മളെ ഡിലേ വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഒന്നും നോക്കണ്ട, അതിൻ്റെ വോൾട്ടുകൾ മെഷർ ചെയ്യുക, വോൾട്ടുകൾ ഔട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിലുണ്ടോ 6 ട്രാൻസിസ്റ്ററാണ്. ഇതിൽ 2 എണ്ണം 78 നോക്കട്ടെ 7815 2 7812 2, പിന്നെ ഒന്ന് ഡ്രൈവ് ചെയ്യാനുള്ള C4793, ഒന്ന് 7805. അതിന് 6 ഇതാ വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടാൽ ഇതിൻ്റെ പ്രശ്നം തീരും. അപ്പോൾ ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ ഞാനിടാം കേട്ടോ. അപ്പോൾ പിന്നെയും പറയാം, അങ്ങനത്തെ സാധനങ്ങൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഓരോ കൊണസ്റ്റ് പിടിച്ച രീതിയിലൊക്കെ ഇവർ ഫിറ്റ് ചെയ്ത് വരിക ചിലതൊക്കെ. കാരണം വലുപ്പം ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ വലിച്ച് പൊട്ടിക്കാതെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാൻ പറ്റും അതൊക്കെ. കപ്പാസിറ്റർ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടാണ് ഊരിയത്. അപ്പോൾ ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ ഞാൻ വരാം. ബൈ.